26 കൊല്ലം മുമ്പ് പാകിസ്ഥാനി സൈനികളെ എല്ലാം ഒരു നിർണായകമായ ഒരു പരാജയപ്പെടുത്തിയ ഒരു ദിവസമാണ് ജൂലൈ 26. അതിന് കാർഗിൽ വിജയ് ദിവസമായിട്ട് നമ്മളെല്ലാവരും കാണുന്നു. പാകിസ്ഥാൻ്റെ സൈന്യങ്ങളെയും അവരെ ജനറൽ മുഷറഫിൻ്റെ അന്നത്തെ ഒരു ആൻറ്റി ഇന്ത്യ രീതിയെ തോൽപ്പിച്ചത് നമ്മുടെ ഇന്ത്യൻ സൈനികരായിരുന്നു. ആ കാർഗിൽ യുദ്ധത്തിൽ 670 ഇന്ത്യൻ സൈനികർ മരിച്ചു, 1300 സൈനികർക്ക് പരിക്കുപറ്റി. 2004 മുതൽ 2009 UPA സർക്കാരിൻ്റെ സമയത്ത് അവരെക്കുറിച്ച് ഒരു സെലിബ്രേഷനോ നടന്നില്ല. 2010 പാർലമെൻറ്റ് ഞാൻ റിപ്പീറ്റഡ് ഇൻ്റർവെൻഷൻസ് കഴിഞ്ഞിട്ടാണ് 2010 മുതൽ ഇന്ന് വരെ കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26 രാജ്യം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്ന് കാർഗിൽ ഓപ്പറേഷനിൽ എത്രയോ മലയാളി സോൾജേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ലെഫ്റ്റനൻറ്റ് ജെറി പ്രേംരാജ് തിരുവനന്തപുരത്തു നിന്നും എത്രയോ മലയാളീസ് ഉണ്ടായിരുന്നു. അവരാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശരിക്കും ഹീറോസ്. ഇന്നും അവർ എന്നെ ഇൻസ്പയർ ചെയ്യുന്നു. എന്നെ മാത്രമല്ല, ഇന്ന് നമ്മളെ യുവാക്കളും പുതിയ തലമുറയും യങ്ങർ ജനറേഷനെല്ലാം ഇൻസ്പയർ ചെയ്യുന്നത് ഇവരാണ്. ഇവരുടെ സർവീസും ഇവരുടെ സാക്രിഫൈസാണ്. ഞാൻ എല്ലാ കൊല്ലം നാഷണൽ വാർ മെമ്മോറിയൽ വരും. ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇന്ത്യ ഗേറ്റ് പോയിരുന്നു. ഇത് എൻ്റെ ഒരു ആനുവൽ ട്രഡീഷനാണ്. അത് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അവരുടെ സർവീസും സാക്രിഫൈസും അതിൽ പഠിച്ച് നാടിനു വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് ഒരു പബ്ലിക് സർവീസിൻ്റെ ലൈഫായിട്ട് ഞാൻ ഒരു ഇൻസ്പിറേഷണൽ ഇവരുടെ സർവീസും സാക്രിഫൈസും കണ്ട് ഒരു ഇൻസ്പയർ ആവുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് മാത്രമേ പറയാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചുള്ള ഗോവിന്ദസ്വാമിയുടെ വിഷയമുണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്രൂരനായ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകിയിരിക്കുന്നു. നോക്കൂ, ഞാൻ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് പറഞ്ഞത്. അത് നിങ്ങളെല്ലാം കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങൾ ചോദിച്ചത് നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നത് എന്താണ്? ആരോഗ്യ മേഖലയാണോ, വിദ്യാഭ്യാസ മേഖലയാണോ, പോലീസിംഗ് ആണോ? എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് ഒരു അനാസ്ഥയാണ്, നെഗ്ലിജൻസ്, കുറ്റകരമായ അനാസ്ഥ. അതിൻ്റെ ഇരകളാണ് ബിന്ദു, മിഥുൻ, ഇങ്ങനെ എത്രയോ ജനങ്ങൾ ഈ നാട്ടിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ 9-10 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു നെഗ്ലിജൻസ്. ഇവിടെ ഗവർണൻസ് അല്ല നടക്കുന്നത്. ഞങ്ങളൊരു പാർട്ടി മുമ്പോട്ട് വെച്ചൊരു ഫ്രേസ് ഉണ്ട്, അപകടം രാഷ്ട്രീയം. അപ്പോൾ പോലീസിംഗ് ആണോ, അത് വിദ്യാഭ്യാസമാണോ, ആരോഗ്യ മേഖലയാണോ, കർഷക മേഖലയാണോ, എവിടെ നോക്കിയാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അനാസ്ഥ, നെഗ്ലിജൻസ്. ആർക്കും ജനങ്ങളെക്കുറിച്ച് അവിടെ ചെയ്യാൻ ഒരു ആഗ്രഹമില്ല. എന്നിട്ട് അവർ പറയുന്നതും ചെയ്യുന്നത് എന്താണ്? പാലസ്റ്റൈൻ, ഹമാസ്. എന്താണ് ഹൈക്കോർട്ട് പറഞ്ഞത്? നിങ്ങളുടെ ജനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കൂ. എന്തിനാണ് പാലസ്റ്റൈനും ഹമാസിനെ കുറിച്ച് സമരം ചെയ്യുന്നത്? എന്തിനാണ് ഭാരതമ്പയും പതാകയെ കുറിച്ച് സമരം ചെയ്യുന്നത്? ജനങ്ങളുടെ ആരോഗ്യം, ജനങ്ങളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ജനങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി, ഇതിനെക്കുറിച്ചല്ലേ ജനങ്ങൾ അവസരം തന്നത് 9 കൊല്ലം മുമ്പേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി ഓരോരോ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സമരം ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കോസ് മുമ്പോട്ട് വയ്ക്കാൻ നോക്കുക. ഇതെല്ലാം സർക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണ്ടേ? ജയിൽ ചാടി പോവുകയാണ്. അതും മലയാളികൾ ഒന്നടങ്കം കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി പുറലോകം കാണരുത് എന്ന് പറഞ്ഞ ആ കുറ്റവാളി പുറത്തിറങ്ങിയതിൽ ജയിൽ വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും വീഴ്ച എടുത്ത് പറയേണ്ടത് അല്ല. അതല്ല ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് എവിടെ നോക്കിയാലും വിദ്യാഭ്യാസ മേഖലയിൽ പറയുമ്പോൾ ഒരു പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യും. ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും അവിടെ മരിച്ചിട്ടില്ല, ബിൽഡിങ്ങിൽ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് 2 മന്ത്രിമാർ കോട്ടയത്ത് നമ്മൾ കണ്ടതല്ലേ. ഇത് നടക്കുമ്പോൾ ഹോം മിനിസ്റ്റർ അല്ലേ? ഹോം മിനിസ്റ്റർ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ? എന്തെങ്കിലും പറയണ്ടേ? ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നു. നാടിൻ്റെ സുരക്ഷയും ജയിലിൽ പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണ്ടേ? ഇല്ല.
ഇതാണ് ഇപ്പോൾ നോക്കൂ, ഇതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയറാണ്, കംപ്ലീറ്റ് ഫെയിലിയറാണ്. ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പറയുന്നത്, ജനങ്ങൾ പറയുന്നതാണ്. ഏതൊരു മേഖലയാണ് ഇവർ എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് 9 കൊല്ലം ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പറയണം. ഞാൻ തയ്യാറാണ് അതിന് അക്നോളജ് ചെയ്യാൻ. എവിടെ നോക്കിയാലും അനാസ്ഥ, എവിടെ നോക്കിയാലും ദുർഭരണം, എവിടെ നോക്കിയാലും അഴിമതി. എന്നിട്ട് ഈ സൗമ്യനെ വധിച്ച ഒരു ക്രൂരമായ ഒരു ക്രിമിനൽ, ഒരു നോൺ ക്രിമിനൽ ഇങ്ങനെ ഒരു ഈസി ആയിട്ട് ചാടി പുറത്ത് പോകുമ്പോൾ അതിൽ ആരുടെ ഒരു പങ്കുണ്ട്, ആരുടെ ഒരു സപ്പോർട്ടുണ്ടെന്ന് ഒരു കോമൺ സെൻസ് അല്ലേ? ഈ ഒരു വിഷയത്തിൽ ജയിൽ ചാട്ടത്തിൽ CBI അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ഓക്കെ, ഞാൻ അതെല്ലാം ശരി, CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഇനി മാറ്റണം. ഇങ്ങനത്തെ ഒരു ഭരണം എനിക്ക് വേണ്ട. CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു പോലീസുകാരനെ പിടിച്ചാലോ, നമ്മൾ CM-നെ പിടിക്കില്ലല്ലോ, ഹോം മിനിസ്റ്ററിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കണ്ടുപിടിക്കില്ലല്ലോ. ഇതെല്ലാം ഒരു കൾച്ചറാണ്. 9 കൊല്ലമായിട്ട് ഇവിടെ പോലീസിനെ കംപ്ലീറ്റ്ലി പൊളിറ്റിസൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭരണമാണ് ഇത് CPM-ൻ്റെ. അതായത് CBIക്ക് മുഖ്യമന്ത്രി പിടികൂടാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാം നോക്കൂ, ഇതെല്ലാം നമുക്കറിയാലോ. ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും ഇത് ഒരു കൾച്ചറിൻ്റെ ഉത്തരവാദിത്വമല്ലേ. പോലീസിന് നോക്കൂ, പിടികൂടാൻ EDക്ക് കഴിയുന്നു, CBIക്ക് അല്ല നിങ്ങൾക്ക് അല്ല നോക്കൂ, ഇത് രണ്ടും ഒന്നാണോ? മണി ലോണ്ടറിങ്ങും അനാസ്ഥ നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയണം? ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറാണ്, ഈ ദുർഭരണത്തിൻ്റെ ഒരു കൾച്ചർ സംസ്കാരമാണ് ഇത് 9 കൊല്ലം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. പോലീസിനെ ഇങ്ങനെ പൊളിറ്റിസൈസ് ചെയ്താൽ പോലീസ് പങ്കെടുക്കും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിൽ. നിങ്ങൾ മനസ്സിലാവേണ്ടതാണ്, ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അതിനെക്കുറിച്ച് തെളിവ് കിട്ടുമ്പോൾ PMLA-ൻ്റെ എതിരെ ED നടപടിയെടുക്കും. അനാസ്ഥേൻ്റെ ഒരു സംസ്കാരമാണ് 9 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമായിട്ട് നാട്ടിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ കോൺഗ്രസും LDF-ഉം. അത് പറയാൻ ആഗ്രഹിക്കുന്നു. That in his 21 years political career, he realized that he did not speak about OBC. Now Congress leaders are saying that he is second to Dr. Baba Saheb Ambedkar, and they are drawing a comparison and saying कि वो उनके जो दूसरे उनके जैसे होंगे, like Baba Saheb Ambedkar. Look, about राहुल गांधी, मैं राहुल गांधी के बारे में एक बात कहना चाहता हूँ. ये रोज उठकर अपने आप को रीइन्वेंट करते हैं. आज बाबा साहब अम्बेडकर जी के रूप में रीइन्वेंट करेंगे, परसों तक वो किसी और रूप में थे. लेकिन उन्होंने देश के लिए और देश के लोगों के लिए आज तक 53 इयर्स में क्या किया है, एक बात ज़रा आगे रखें. ये जो डायलॉग करते हैं, ट्वीट करते हैं, 2 पोस्ट लगाते हैं और आज उठकर कोई और रीइन्वेंट होता है, इससे लोगों के जीवन में क्या बड़ा क्या प्रोग्रेस होता है? कुछ नहीं होता है. ये देखिए, ये जो है इनका एक तरह से एक मेथड बन गया है कि रोज़ उठ के कुछ ना कुछ कहे, झूठ बोले. राहुल गांधी किसी पर विश्वास नहीं करते. उनके पास कोई आइडियोलॉजी नहीं है, उनके पास कोई विजन नहीं है. उनके पास अगर कोई विजन है या कोई सोच है, वो है अपने परिवार के बारे में, अपने ब्रदर इन लॉ के बारे में, अपने सिस्टर के बारे में, अपने मदर के बारे में. उसके बाहर उनके पास ना तो कोई आइडिया है, ना तो उन्होंने कुछ किया है. डेक्कन जो क्या नेशनल हेराल्ड के जो करप्शन है, वो लोगों के लिए अंबेडकर जी इसके बारे में क्या कहेंगे? तो देखिए, राहुल गांधी के बारे में कम चर्चा करें तो हम सब के लिए हेल्दी इशू होगा. Sir, from 25 to 28 July there is Shiksha Shikhar Sammelan organized in Kerala. Sir, CPM is objecting to it that why these vice chancellors will be present in the RSS event, sir. Look, with the greatest respect to our Chief Minister Shri Pinarayi Vijayan, his priorities in life are derived from Karl Marx's Das Kapital. He would prefer that the entire state not have health facilities, not have education facilities, have a police out of control, a security system where convicts are jumping out of jail, but at the same time he will have processions about Palestine and Hamas. That is his priority. Unfortunately, the Malayalis of Kerala want better health care,
better education. They want jobs, they want investments, they don't want the highest inflation in the country, they don't want the highest joblessness in the country. So to deliberately distract away from the real issues that affect the common man in Kerala, our honorable Chief Minister every day will raise some new issue. It was Palestine few days ago, now it is about Vice Chancellor. It is the prerogative of the governor of the state, it is the prerogative of the government of India to have conferences with the Vice Chancellor. Sir, Chief Minister versus Deputy Chief Minister is going long in the state of Karnataka. वो छोड़ो छोड़ो वो मत ഈ ഗോവിന്ദചാമി വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. അല്ല നോക്കൂ, ഇനിയിപ്പോൾ രാജിവെച്ചിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. 6 മാസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ജനങ്ങൾ കൊടുക്കും. അതിലൊരു സംശയം ഉണ്ടാവണ്ട. അപ്പോൾ ഇന്ന് ഞാൻ നോക്കൂ, എക്സാലോജിക്കലി ഞങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞു. കുറച്ച് നാണം ഉണ്ടെങ്കിൽ രാജിവെക്കണം, രാജിവെച്ചില്ല. പിന്നെ ഹെൽത്ത് മിനിസ്റ്ററോട് പറഞ്ഞു കോട്ടയത്തിൽ ബിന്ദു മരിച്ചപ്പോൾ അവർ രാജിവെക്കണം, രാജിവെക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ രാജിവെക്കണം, രാജിവെച്ചില്ല. ഇവർക്കൊരു നാണമില്ല, ഒരു ഉത്തരവാദിത്വം എടുക്കാൻ ഒരു ആഗ്രഹമില്ല. അവരിങ്ങനെ മിനിസ്റ്ററായിട്ട് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഒന്ന് പറയുക, പാലസ്തീനും ഹമാസിനെ കുറിച്ച് സമരം ചെയ്യുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല, ആഗ്രഹമില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനി ഏപ്രിൽ 26 വരെ വെയിറ്റ് ചെയ്യുക. അവരുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ജനങ്ങൾ തന്നെ കൊടുക്കും. Sir, the CPM's plea in the Bombay High Court is rejected for the protest.